ശബരിമലയിൽ യുവതികളെ കയറ്റില്ലെന്ന് പറഞ്ഞ ശേഷം നിന്ന നിൽപ്പിൽ കാലുമാറിയ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനും ശേഷം യുവതികൾ മല കയറാനൊരുങ്ങുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ് യുവതീ പ്രവേശനത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചത്. മകരവിളക്ക് കാലം കഴിയുന്നതിന് മുമ്പ് ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കാനാണ് ദളിത് ആദിവാസി വനിതകളുടെ ഒരു സംഘം തയ്യാറെടുക്കുന്നത്. സുപ്രീം കോടതി വിധി ഏത് വിധേനയും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം ശബരിമലയിലേക്ക് തിരിക്കുന്നത്. ഈ ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം ആദിവാസി അവകാശ പുനഃസ്ഥാപന സമിതി, തിരുവനന്തപുരത്തെ വി ദ പീപ്പിൾ, എറണാകുളത്തെ ആർപ്പോ ആർത്തവം, CPIML, റെഡ് സ്റ്റാർ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവർ എറണാകുളത്ത് ഒത്തുചേർന്നിരുന്നു. ഏത് വിധേനയും കോടതി വിധി നടപ്പാക്കുക എന്നതാണ് അജണ്ട. നാളെ വീണ്ടും യോഗം ചേർന്ന് ശബരിമലയിലേക്ക് തിരിക്കേണ്ട തീയതി പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിലെ മനിതയും ഇവരോടൊപ്പം ശബരിമലയിലേക്ക് തിരിച്ചേക്കും. ആലോചനാ യോഗത്തിന് മനിതയുടെ പ്രതിനിധികൾ കേരളത്തിലെത്തിയില്ല. പകരം വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കും. ട്രാൻസ്ജെൻഡർ ക്വയർ പ്രവർത്തകരും ഉണ്ടാകും. യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശത്തിൽ ദളിത് ആക്ടിവിസ്റ്റുകളായ അഡ്വക്കേറ്റ് ജസിൻ, മൃദുല ദേവി, രേഖാരാജ് എന്നിവരുടെ പേരുകളും ഫോൺ നമ്പരും കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ നേർക്കുണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെയാണ് ഇവർ ശബരിമല പ്രവേശനത്തിനൊരുങ്ങുന്നത്. സർക്കാരിന്റെ ഒളിച്ചോട്ടവും പോലീസിന്റെ ഇരട്ടത്താപ്പും സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രീതിയിൽ കേരളത്തിൽ ആകമാനം പ്രചാരണം നടത്താനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ സംഘം ചേരുന്നത് ഒഴിവാക്കാനായി മുൻകൂട്ടി തീയതി പ്രഖ്യാപിക്കാതെ പോകാമെന്ന നിർദ്ദേശവും ചിലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇടുങ്ങിയ വഴികളും ശബരിമലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്തിമ തീരുമാനത്തിലെത്തുക. ഏതു വിധേനയും ശബരിമല പ്രവേശനം സാധ്യമാക്കുക എന്നതാണ് ഇവരുടെ തീരുമാനം. ഇതുവരെ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാത്തതിനാൽ പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. നേരത്തെ മല കയറാനെത്തിയ യുവതികളുടെ വിവരങ്ങൾ ചോർന്നത് പോലീസ് വഴിയാണെന്നും ഇവർ സംശയിക്കുന്നുണ്ടെങ്കിലും മല കയറാനെത്തുന്ന തങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ബാധ്യത സർക്കാരിനുള്ളതിനാൽ സഹായം തേടുകയാണ് ഉചിതം എന്നാണ് സംഘത്തിലെ ഭൂരിഭാഗം കരുതുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയും തള്ളിയാണ് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തിയത്. ശബരിമലയിൽ യുവതികൾ വരേണ്ടെന്ന് പറയാൻ കടകംപള്ളിക്കെന്നല്ല ഒരു മന്ത്രിക്കും സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. ഏത് മന്ത്രിയായാലും പറയുന്നത് സർക്കാരിന്റെ നിലപാടായിരിക്കണം. ഇവിടെ യുവതികൾ വരരുതെന്ന് പറയാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അവകാശമില്ല. ഏതെങ്കിലും യുവതിയെ സന്നിധാനത്ത് കയറ്റുകയെന്നത് സർക്കാരിന്റെ അജണ്ടയല്ല. അവിടെ എത്തുന്ന യുവതികൾക്ക് സുപ്രീം കോടതി വിധി അനുസരിച്ച് സംരക്ഷണം നൽകുന്ന ബാധ്യത സർക്കാർ നിറവേറ്റി. അവർ വീണ്ടും പോകാൻ തയ്യാറായാൽ പോലീസ് കൂടെ നിൽക്കും. ദർശനം സാധ്യമാക്കാൻ ഒത്താശയും ചെയ്യും. ആരാധനാലയത്തിന്റെ പരിസരത്ത് പോലീസിന് പരിമിതിയുണ്ട്. അതാണ് യുവതികളെ തടയുന്നവർ ഉപയോഗിക്കുന്നത്. ആ പരിമിതി മൂലം അക്രമികളെ പോലീസ് തല്ലി ഓടിച്ചില്ലെന്നത് ശരിയാണ്. തല്ലിയിരുന്നെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടായേനെ. സന്നിധാനത്തേക്ക് പോലീസ് കൊണ്ടുപോയ യുവതികൾ മടങ്ങിപ്പോകാമെന്ന നിലപാട് എടുക്കുകയായിരുന്നു. പോലീസ് നിർബന്ധപൂർവ്വം തിരിച്ചയച്ചുവെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവതികൾ ശബരിമലയിൽ വരാൻ പാടില്ലെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന പ്രസ്താവനയോട് പാർട്ടി യോജിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കേണ്ട അഭിപ്രായമല്ല ഇത്. യുവതികൾ ശബരിമലയിൽ വരാൻ പാടില്ലെന്ന നിലപാട് സർക്കാരിനും ദേവസ്വം ബോർഡിനും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടിയേരി പറഞ്ഞു. പിണറായിയുടെയും കോടിയേരിയുടെയും നിലപാടുകൾക്ക് പിന്നാലെ കടകംപള്ളിയും പത്മകുമാറും കരണമറിഞ്ഞു. ശബരിമലയിൽ തിരക്കുള്ള സമയത്ത് സ്ത്രീകൾ എത്തിയാലുള്ള സുരക്ഷാ പ്രശ്നത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മനിതി സംഘം എത്തിയപ്പോഴാണ് ഇങ്ങനെ പ്രതികരിച്ചത്. സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നുമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. തിരക്ക് കൂടിയ 2 ദിവസം വരരുതെന്നാണ് പത്മകുമാർ പറഞ്ഞത്. എന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നുമാണ് പത്മകുമാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.